പ്രൈസ് ദി ലോർഡ്. വചനമാധുര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദയ നിധിയെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ തുടരുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം. ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ശരിയായ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ കണ്ടെത്താനും നമുക്ക് വേണ്ടത് ശരിയായ ഹൃദയമാണ്. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ കണ്ടെത്താനും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ശരിയായ ഹൃദയമാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ വായിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹൃദയമാണ്. ശരിയായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ആ പ്രാർത്ഥന അനുഭവമാകും. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കും. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കാൻ നമുക്ക് വേണ്ടത് ശരിയായ ഹൃദയമാണ്. സ്നേഹിക്കുമ്പോൾ അത് ദൈവത്തെ ആണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ഹൃദയ സാന്നിധ്യമാണ് അവിടെ വരേണ്ടത്. ജെറമ്യായുടെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നു, അവരുടെ അധരങ്ങളിൽ ഞാനുണ്ട്, എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ഞാനില്ല. ഹൃദയമില്ലാതെ അധരങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കിയതിനെക്കുറിച്ചാണ് ദൈവം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്നേഹിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരിയായ ഹൃദയമാണ്. നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശരിയായ ഹൃദയമാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു രംഗം. തൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് യേശുവിൽ നിന്നും പഠിച്ചതാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളുമായിട്ട് പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ: ദൈവസ്നേഹം, പരസ്നേഹം. ഈ 2 വിഷയങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും വളരെ പ്രധാനപ്പെട്ട കാര്യം ശരിയായ ഹൃദയം നമുക്കുണ്ടാവുക എന്നതാണ്. 5-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഹൃദയത്തിലാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. വീണ്ടും എസെക്കിയേൽ 3-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നു, മനുഷ്യപുത്ര, ഞാൻ പറയുന്ന വാക്കുകൾ കാതു തുറന്ന് കേൾക്കുക, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശരിയായ ഹൃദയമാണ്. അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.